എൻ്റെ പേര് എജുമോൾ എന്നാണ്. ഞാൻ കൊച്ചി പെരുമ്പടപ്പിൽ നിന്ന് വരുന്നു. ഞാനൊരു 8 മാസം മുമ്പാണ് ഇവിടെ ധ്യാനത്തിന് വന്നത്. അപ്പോൾ കൗൺസിലിംഗ് തന്നെ ഉണ്ടപ്പോൾ എൻ്റെ 2nd സ്റ്റഡും 3rd സ്റ്റഡും ഊരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാല് കൊന്തിയാണ് വന്നത്. അത് ഊരി തിരിച്ചു പോയത് ഒന്നും അറിയാണ്ടാണ്. നല്ലൊരു കൈയോടി കൊടുത്തേ കണ്ടോ. ചിലയോ 2nd സ്റ്റഡും 3rd സ്റ്റഡും ഒക്കെ ഉണ്ടായിരുന്നു. അക്ക ഊരി അത് കഴിഞ്ഞപ്പോൾ കാല് ഞൊണ്ടിയാണ് വന്നത്. ആൾ തുള്ളിച്ചാടി തിരിച്ചു പോയത്. പക്ഷേ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെറുതായിട്ട് പെയിൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കയറി സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പം ഇതുവരെ കാലിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛനൊരു ഇതിൽ പ്രെയറിൽ പറയുന്നുണ്ടായി, പുളിക്കൻ എന്ന ഫാമിലിയോട് പ്രെയർ ചെയ്യാൻ പറയുന്നു നന്നായിരുന്നു. അപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വെച്ചു. അതിനുശേഷം പിന്നത്തെ മാസം എൻ്റെ മൂത്ത ചേച്ചിക്ക് ബ്രസ്റ്റിൽ ഭയങ്കര നീരും വീക്കും ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ കുഞ്ഞിന് ഭയങ്കര പേടിയായിരുന്നു, എൻ്റെ അമ്മ മരിച്ചു പോവോ. അപ്പോൾ ഡോക്ടറിന് ഉണ്ടായിരുന്നു ഇത് ക്യാൻസർ തന്നെ ആവുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ കയറി സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് ബയോപ്സിക്ക് അയച്ചു. അത് ജസ്റ്റ് പഴുപ്പാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചേച്ചിക്ക് അതിന് ശേഷം മൂത്രസഞ്ചി ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുള്ള ഒരു പ്രശ്നം അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പ്രാർത്ഥന കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചി വിളിച്ച് പറഞ്ഞത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ തന്നെ അച്ഛൻ അത്ഭുതങ്ങളെ ജപമാലയെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ജീന എന്നൊരു വ്യക്തിയെ കർത്താവ് തൊടുന്നുണ്ട്. അത് കൂടുതൽ വിശ്വാസം വന്നത് ചേച്ചി കുരുക്കഴിക്കുന്ന ജപമാല 33 പ്രാവശ്യം ചെല്ലുമായിരുന്നു, കുറേ ചെല്ലുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജീന എന്ന വ്യക്തി 33 പ്രാവശ്യം കുരുക്കഴിക്കുന്ന ജപമാല ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ച് പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്, എന്തായാലും നിന്നെ തന്നെയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അത് കാണുന്നില്ല, പെയിനും ഇല്ല, സാധനവും ഇല്ല. പിന്നെ അനിയനും അതുപോലെ പെട്ടെന്ന് വിളിക്കാൻ, മലപ്പുറത്ത് മാനേജറായിട്ട് വർക്ക് ചെയ്യണം, അവന് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് തലയിറങ്ങി വീണു, എനിക്ക് ക്യാൻസർ ആണെന്നാണ്, ബ്ലഡ് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ദൈവം അനുഗ്രഹിക്കും, നമ്മളൊരു വിശദീകരണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ എറണാകുളത്ത് വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇത് തൻ്റെ അല്ല ബ്ലഡ്, അതെന്തോ മാറിപ്പോയതാണെന്ന് പറഞ്ഞു. കരങ്ങളടിച്ച് നന്ദി പറയാം. പ്രൈസലാം. നമ്മളവർ ഇപ്പോൾ കണ്ടില്ലേ, പുളിക്കൻ എന്ന ആ വീട്ടുകാരോട് ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഇവിടെ നമ്മൾ വീട്ടും പേര് വിളിച്ച് പറയുന്നു, അപ്പോൾ അല്ലെങ്കിൽ പേര് വിളിച്ച് പറയുന്നു. ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം അത് എന്തെങ്കിലും ഒരു സഹനം വരാൻ പോകുന്നുണ്ടാവും, അത് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഇപ്പോൾ ഇവർ പ്രാർത്ഥിച്ചു, അപ്പോൾ ഇവർക്ക് വന്ന സഹനങ്ങളൊക്കെ പതിയെ അതിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി, അങ്ങനെ മാറിപ്പോയി അനുഭവം പറഞ്ഞത് കേട്ടോ. ഓക്കെ. പിന്നെ ബ്രാൻഡി കുപ്പി, അപ്പച്ചന് ഉപയോഗിച്ച ബ്രാൻഡി കുപ്പിയിൽ ഞാൻ മണി പ്ലാന്റ് ഒക്കെ ഇട്ട് സൈഡിൽ വയ്ക്കുമായിരുന്നു. വൈനും ഉണ്ടാക്കി വെച്ചിരുന്നു വീട്ടിൽ. അപ്പോൾ അച്ഛൻ്റെ അപ്പോൾ ഞാനും ഹസ്ബൻഡ് എപ്പോഴും അടിയാണ്. അപ്പോൾ വൈനൊക്കെ എടുത്ത് കളഞ്ഞു, കുപ്പിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇപ്പോൾ വഴക്കൊന്നുമില്ല. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. പിന്നെ പ്രെയർ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറക്കം കിട്ടില്ലായിരുന്നു. അപ്പോൾ രാത്രി അത്ഭുതങ്ങൾ ജപമാല വെച്ച് ഞാൻ ഉറങ്ങുന്നു. ഇപ്പം അതിനുശേഷം ഒച്ചയും ബഹളവും അങ്ങനെയൊന്നുമില്ല, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ ഭൂതാചരണ വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തെങ്ങേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഫുൾ ചീഞ്ഞു പോയിരുന്നു. അപ്പോൾ ഒരു വിശ്വാസം, ഹസ്ബൻഡിന് വിശ്വാസം വരട്ടെ എന്നുണ്ടായിരുന്നു. അങ്ങനെ അതിടുമായിരുന്നു, ഹസ്ബൻഡാണ് ഇട്ടിരുന്നത് പ്രെയർ ചെയ്ത് ബന്ധന പ്രാർത്ഥനയിൽ കല്ലുപ്പിട്ടിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കയറി മോളിൽ നോക്കും. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിന് പുതിയൊരു വെട്ടിക്കളയാൻ പറഞ്ഞതാണ് ആൾക്കാർ, അത് തലയിലോട്ട് വീഴും, ചീഞ്ഞു പോയല്ലോ എന്ന്. ഇപ്പോൾ അത് 6 മാസം കൊണ്ട് അത് മുളക്കിയല്ല, കൊലയിട്ടു അതിന്. അതെ, അതുപോലൊരു മാറ്റം വന്നു അല്ലേ. കണ്ടോ, ഇതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ സാക്ഷ്യം പറയുന്നതാണ് കേട്ടോ ഇതൊക്കെ.